മൈദയോ മുട്ടയോ ഓവനോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി വെറും 2 ചേരുവകൾ മാത്രം മതി. അതിനു വേണ്ടി 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റും 1 പാക്കറ്റ് ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓറിയോ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം. ഇതുപോലെ ആയിക്കിട്ടിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഇനി വേറൊരു പാത്രത്തിലോട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ പഞ്ചസാര വേഗം അലിഞ്ഞു കിട്ടുന്നതാണ്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കട്ട് ചെയ്തതെല്ലാം ഇതുപോലെ ഓരോന്നായി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ച് ഇതിൻ്റെ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇത് ഒരു വിധത്തിൽ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇങ്ങനെ ലെയർ വെച്ചതിന് ശേഷം പഞ്ചസാര പാവ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര പാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഓരോ ലെയറും ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഞാനിവിടെ 3 ലെയറാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ക്രീം കേക്കിന് തേക്കുമ്പോഴത്തേക്കും കട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും കുറച്ച് പാലൊഴിച്ച് ലൂസാക്കിയിട്ടാണ് കേക്കിന് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ലെയറും ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് എല്ലായിടത്തും നന്നായി ഒഴിച്ചാൽ മാത്രമേ ക്രീം നന്നായി പിടിക്കുകയുള്ളൂ. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു എളുപ്പമാർഗ്ഗമാണിത്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ലെയറും കൂടി ക്രീം ഫുള്ള് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ബിസ്ക്കറ്റ് പൊടിയും ഓറിയോ ബിസ്ക്കറ്റും കൊണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് 1/2 മണിക്കൂർ നേരം വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഈസി ഓറിയോ കേക്ക് റെഡിയായി കിട്ടി. ഇങ്ങനെ ആക്കുമ്പോൾ സമയം ലാഭം 10 മിനിറ്റ് കൊണ്ട് കേക്കും റെഡിയായി കിട്ടും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.